തമിഴ് സംഘസാഹിത്യത്തിൽ പഴനിയെ പോതിനി എന്ന പേരിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് പിന്നീട് പഴനി എന്നറിയപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തിരുമുരുകാറ്റുപടയിൽ ഒരു സംഘസാഹിത്യത്തിൽ പഴനിയെ മൂന്നാം പടൈവീടായി പരാമർശിച്ചിട്ടുണ്ട്. കൊങ്കുനാടിന്റെ തെക്കേ അറ്റമായിരുന്നു ഇത്. വയ്യാപുരി കോപ്പരുംപേഗൻ രാജാവ് ഭരിച്ചിരുന്ന ഈ സ്ഥലത്തെ വയ്യാപുരി നാട് എന്നാണ് ശാസനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നിരവധി സിദ്ധന്മാർ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. കയ്യിൽ വടിയുമായി നിൽക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠ. ലൗകികമായ ആഡംബരങ്ങളെല്ലാം ത്യജിച്ചവന്റെ ഭാവമാണ് മുരുകനുള്ളത്. മുരുകന്റെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. കുറിഞ്ഞി ദേശത്തെ മുരുകൻ സൗന്ദര്യത്തിന്റെയും യുവത്വത്തിന്റെയും ദൈവമാണ്. ക്ഷേത്രത്തിന്റെ ഉത്ഭവം അഗസ്ത്യ മുനിക്ക് ലഭിച്ച ഒരു ദിവ്യദർശനത്തിൽ നിന്നാണ്. അതിന്റെ അടിത്തറയ്ക്ക് നിഗൂഢതയുടെ ഒരു പ്രഭാവലയം നൽകി. വാസ്തുവിദ്യാപരമായി പഴനി ക്ഷേത്രം സങ്കീർണമായ ശില്പങ്ങളിലൂടെയും ഉയർന്ന ഗോപുരങ്ങളിലൂടെയും ദ്രാവിഡ, തമിഴ് ശൈലികളുടെ തടസ്സമില്ലാത്ത സംയോജനം പ്രദർശിപ്പിക്കുന്ന ഒരു മാസ്റ്റർപീസാണ്. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ ഒന്നായതിനാൽ ഈ ആരാധനാമൂർത്തിയുമായി അഗാധമായ ബന്ധം ആഗ്രഹിക്കുന്ന ഭക്തരുടെ ഒരു കേന്ദ്രബിന്ദുവായി ഈ ക്ഷേത്രം മാറുന്നു. പഴനിയിലെ പുണ്യഭൂമി ചവിട്ടുന്നവരെ കാത്തിരിക്കുന്നത് പ്രതീകാത്മക തീർത്ഥാടനമാണ്. 659 പടികളുള്ള ക്ഷേത്രം ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ആത്മീയ പ്രബുദ്ധതയിലേക്കുള്ള ഒരു രൂപകമായ കയറ്റം വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ടും ക്ഷേത്രം അതിന്റെ വിശുദ്ധിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആധുനികതയെ സ്വീകരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം പറയുന്നു, കൈലാസം ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ശബരിമലയെപ്പോലെ മുരുകനെ കാണാനുള്ള സ്ഥലമായി മലയാളികൾ പഴനി മുരുകനെ കണക്കാക്കുന്നു. പളനി കേരളത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ, അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു ശരാശരി മലയാളിക്ക് എപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന ശിവനെ കാണാൻ കൈലാസം സന്ദർശിക്കുന്നത് പോലെയല്ല. ഏതൊരു മലയാളി വിശ്വാസിക്കും പഴനി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് എളുപ്പമാക്കുന്നു. ഇനിയും നിരവധി ഐതിഹ്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു. പഴനിയിലെ മുരുകൻ കേരള ദിശയിലേക്ക് അഭിമുഖീകരിച്ച് കേരള തീരത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്ന് പലപ്പോഴും പറയാറുണ്ട്. അഭീഷ്ടദായകൻ എന്നുവച്ചാൽ ആഗ്രഹദാതാവ്. എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുന്ന ദൈവമായി കണക്കാക്കപ്പെടുന്നു. മുടി മുണ്ടനം ചെയ്ത് ഭഗവാന് സമർപ്പിച്ച് മുരുകന്റെ മുന്നിൽ വെച്ച് അഹംഭാവം തീർന്നാൽ അവരുടെ സ്വപ്നങ്ങൾ സഫലമാകുമെന്നും ദുരിതങ്ങൾ ഇല്ലാതാകുമെന്നും ആളുകൾ വിശ്വസിക്കുന്നു. നമ്മൾ പലരും പഴനിയിലോട്ട് പോകുന്നു, പഴനി മുരുകന് സന്ദർശിക്കുന്നു, യാത്ര തിരിക്കുന്നു. പഴനി മലയിലെ മുരുകന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഓരോ ദൈവങ്ങളെയും ആരാധിക്കേണ്ട രീതികൾ പലതരത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് പഴനി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിനു മുന്നോടിയായി പഴനി അടിവാരത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പഴനി മുരുകനെ ദർശിക്കുന്നതിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കൂ. ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ഒട്ടുമിക്ക ദൈവങ്ങളും പഴനി മലമുകളിലും പഴനി അടിവാരത്തിനും ചുറ്റുമായിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പല പ്രതിഷ്ഠകളും പഴനിയിലുണ്ട്. അതുകൊണ്ടാണ് പഴനി ഇത്രയധികം പ്രശസ്തിയും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. പഴനിയുടെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു മനുഷ്യായുസ്സ് മതിയാവില്ല. അതുകൊണ്ടുതന്നെ ഓരോ പ്രതിഷ്ഠയ്ക്കും അതിന്റേതായിട്ടുള്ള ഓരോ മൂല്യങ്ങളുണ്ട്. മനുഷ്യജീവിതത്തിലെ ഓരോ കർമ്മഫലങ്ങളും കൃത്യമായി മാറ്റിയെടുക്കാനുള്ള സൃഷ്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പഴനി ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ സന്ദർശിക്കാവൂ. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ എന്തൊക്കെ പ്രോട്ടോക്കോളുകളുണ്ട്. പ്രധാനമന്ത്രിയെ കാണാനുള്ള നടപടിക്രമം വളരെ കഠിനമാണ്. ആദ്യം നിങ്ങൾ ഡൽഹിയിലായിരിക്കണം. തുടർന്ന് നിങ്ങൾ ഓൺലൈനായി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇത് ഒരുപക്ഷെ 2 ആഴ്ച അല്ലെങ്കിൽ 2 മുതൽ 3 മാസം വരെ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചേക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നതിന് പോലും അവർ നിങ്ങളിൽ നിന്ന് വലിയ തുക ഈടാക്കും. ചെലവ് 1 മണിക്കൂർ അടിസ്ഥാനത്തിലാണ്. കൂടാതെ ഉറപ്പ് വരുത്തുക, നിങ്ങളുടെ സംസാരം പ്രധാനമാണ്. മണ്ടത്തരമോ സമയം പാഴാക്കുന്നതോ ആയ സംസാരമല്ല. ഇതുപോലെ തന്നെയാണ് പഴനി മുരുകനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും. മുരുകന് കാണുന്നതിനു മുമ്പ് മറ്റു ദൈവങ്ങളോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമാണ് ആ കാര്യത്തിന്റെ ഫലപ്രാപ്തി മുഴുവനായി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അതിനായി അടുത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് പെരിയനായകി അമ്മൻ ക്ഷേത്രം. പളനി എന്ന മനോഹരമായ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരവും പവിത്രവുമായ ഹിന്ദു ക്ഷേത്രമാണ് പെരിയനായകി അമ്മൻ ക്ഷേത്രം. പാർവതി ദേവിയുടെ ഒരു രൂപമായ പെരിയനായകി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സങ്കീർണമായ വാസ്തുവിദ്യയ്ക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ്. പഴനി ദണ്ഡയുധപാണി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ശിവഭഗവാനും പാർവതി ദേവിയും കൈലാസത്തിൽ നിന്ന് ഇറങ്ങി മുരുകന്റെ കോപം കുറയ്ക്കാൻ ശ്രമിച്ച സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തിന് പഴനി മുരുകൻ ക്ഷേത്രത്തേക്കാൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ പെരിയനായകി ദേവിയും കൈലാസനാഥരുടെ മധ്യഭാഗത്ത് സുബ്രഹ്മണ്യരുമുണ്ട്. മുരുകന്റെ ഈ രൂപത്തെ സോമസ്കന്ദമൂർത്തി എന്ന് വിളിക്കുന്നു. സോമാസ്കന്ദർ തത്വമായി രൂപപ്പെട്ട ക്ഷേത്രമാണിത്. മറ്റു പ്രതിഷ്ഠകൾ ഗണപതി, സൂര്യൻ, ചന്ദ്രൻ. ക്ഷേത്രം ചുറ്റി വരുമ്പോൾ വള്ളി ദേവസേനയ്ക്കൊപ്പം മുത്തുകുമാരസ്വാമിയെ കാണാം. ഭൈരവർ, ദുർഗ, ദക്ഷിണാമൂർത്തി, ഭദ്രകാളി, ചണ്ഡികേശ്വരൻ എന്നിവർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. പഴനിയിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നു. കന്തഷഷ്ടി സമയത്ത് പഴനി കുന്നിൽ നിന്നും മുരുകൻ ശൂരസംഹാരത്തിനായി അടിവാരത്തേക്ക് ഇറങ്ങുകയും തന്റെ അമ്മയുടെ കയ്യിൽ നിന്നും വേൽ സ്വീകരിക്കുകയും
ശൂരസംഹാരത്തിന് ശേഷം തിരിച്ച് പഴനി കുന്നിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇവിടെ നിന്നുള്ള മുത്തുകുമാരസ്വാമി വിഗ്രഹം എല്ലാ രഥോത്സവത്തിന് ഘോഷയാത്രയായി വരുന്നു. ഈ ക്ഷേത്രത്തിൽ വളരെ വലിയൊരു വെള്ളി രഥവുമുണ്ട്. അത് ഉത്സവ സമയങ്ങളിൽ കാണാൻ ശ്രദ്ധേയമാണ്. തൈപ്പൂയ ഉത്സവം, പങ്കുനി ഉത്രം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടത്താറുണ്ട്. എല്ലാ മാസവും നടക്കുന്ന എല്ലാ പരമ്പരാഗത പൂജകൾക്കും ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലെ കോലാട്ടും പൂജയും പ്രസിദ്ധമാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ മാസത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും തിരക്കാണ്. ടൗൺ ടെമ്പിൾ, ആർക്ക് കോവിൽ, ആറമ്പലം, ഊർ കോവിൽ, ആനൈ കോവിൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പഴനിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഴനി അടിവാരത്തു നിന്നും 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മുരുകന്റെ മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹവും ആശീർവാദവും വാങ്ങി നമ്മൾ അടുത്തത് പോകേണ്ടത് ശരവണ പൊയ്കയിലോട്ടാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് മുരുകൻ ഉദയം ചെയ്ത കുളമാണ് ശരവണ പൊയ്കൈ. അത് ഹിമാലയത്തിലാണ്. കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ നിരവധി രോഗങ്ങൾ ഭേദമാകുമെന്നും പാപങ്ങൾ കഴുകിക്കളയാമെന്നും വിശ്വസിക്കപ്പെടുന്നു. പഴനി തിരുവാവിനൻകുടി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളം നിരവധി ഭക്തരെ ആകർഷിക്കുന്നു. തിരുവാവിനൻകുടി ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായിട്ടാണ് ശരവണ പൊയ്ക സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കിഴക്ക് ക്ഷത്രിക ചൗരവ് മഠവും തെക്ക് വിനായക ക്ഷേത്രവുമാണ്. ഇതൊരു കുളമല്ല, ആഴമുള്ള കിണർ മാത്രമാണ്. ചതുരാകൃതിയിലുള്ള മതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്താണ് സ്നാനഘട്ടം. നിരവധി പടികളുള്ള കിണറാണ്. പണ്ട് ആളുകൾ ഈ പടികൾ വഴി ഇറങ്ങി കുളിച്ചിരുന്നു. ഇപ്പോൾ അത് സാധ്യമല്ലാത്തതിനാൽ വെള്ളം വളരെ ശുദ്ധമാണ്. കിണറിനടുത്തായി വിനായക ക്ഷേത്രവും ഉണ്ട്. ഇവിടെ പ്രത്യേകം കുളിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഓം ശരവണ ഭവ എന്ന് ജപിച്ചുകൊണ്ട് കുളിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവിടെ നിന്നും നമ്മൾ അടുത്തതായി പോകേണ്ടത് തിരുവാവിനൻകുടി ക്ഷേത്രത്തിലേക്കാണ്. പഴനി അടിവാരത്ത് നിന്നും നടക്കേണ്ട ദൂരം 1/2 കിലോമീറ്റർ മാത്രമേ തിരുവാവിനൻകുടി ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ. അറുപടൈ വീടിന്റെ 3ാമത്തെ വീടാണിത്. പഴനി ദണ്ഡയുധപാണി സ്വാമി ക്ഷേത്രത്തേക്കാൾ മുൻപ് ഈ ക്ഷേത്രം നിലനിന്നിരുന്നു. പുരാതനകാലത്ത് പഴനിയെ തിരുആവിനൻകുടി എന്നാണ് വിളിച്ചിരുന്നത്. കൊടിമരം ഒറ്റക്കല്ലിൽ തീർത്തത് ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മയിലിന്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടിമുരുകനാണ്. കുളന്തൈ വേലായുധ സ്വാമി എന്ന പേരിലാണ് മുരുകൻ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ വിനായകൻ, അണ്ണാമലയാർ, ഉണ്ണാമുലൈ അമ്മൻ, ശിവഭഗവാൻ, കാമധേനു, ദക്ഷിണാമൂർത്തി. മറ്റൊരു പ്രതിഷ്ഠ ശനീശ്വരനാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ശനീശ്വര ഭഗവാന്റെ പ്രതിഷ്ഠ. സാധാരണയായി മറ്റു ഗ്രഹങ്ങളോടുകൂടിയുള്ള ശനീശ്വരനെയാണ് കാണാറുള്ളത്. ഇവിടെ ശനീശ്വരനെ തനിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. പ്രത്യേകം ക്ഷേത്രമുണ്ട്. എല്ലാ ശനിദോഷങ്ങളും തീരാൻ ഇവിടെ എള്ളുതിരി കത്തിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറും എന്നതാണ് വിശ്വാസം. കാമധേനവും സൂര്യനും ലക്ഷ്മീദേവിയും അഗ്നിയും ഇവിടെ മുരുകനെ ആരാധിച്ചിരുന്നതിനാലാണ് തിരുആവിനൻകുടി എന്ന പേര് വന്നത്. പ്രശസ്ത തമിഴ് കവി നക്കീരർ ഇവിടെ മുരുകനെ സ്തുതിച്ച് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം ആദിക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരണം ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ പരിശോധിച്ചാൽ ക്ഷേത്രത്തിന്റെ മുഴുവൻ വിവരണവും ലഭിക്കും. ഈ ക്ഷേത്രത്തെക്കുറിച്ച് മാത്രമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തിരുആവിനൻകുടി ക്ഷേത്രം സന്ദർശിച്ച ശേഷം അടുത്തതായി നമുക്ക് പോകേണ്ടത് ഇടുമ്പൻ ക്ഷേത്രത്തിലാണ്. പഴനി അടിവാരത്തു നിന്നും 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇടുമ്പൻ ക്ഷേത്രത്തിലേക്ക്. പഴനി കുന്നിന്റെ തൊട്ടടുത്ത് കാണുന്ന മലക്ഷേത്രമാണ് ഇടുമ്പൻ ക്ഷേത്രം. ഇടുമ്പൻ മുരുകന്റെ സംരക്ഷകനായ ദൈവമാണ്. 540 പടികൾ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇടുമ്പനാണ്. കാവടി വഹിക്കുന്ന ഇടുമ്പൻ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിനായകന്റെയും മുരുകന്റെയും പ്രതിഷ്ഠകളുമുണ്ട്. കാവടി ചുമക്കുന്ന ഭക്തർ സാധാരണയായി ഇടുമ്പൻ ക്ഷേത്രത്തിലാണ് കാവടി ഇറക്കി വയ്ക്കുന്നത്. ഇടുമ്പൻ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദവിവരം എന്റെ ചാനലിലുണ്ട്. മുരുകന്റെ കാവൽ ദൈവമായ ഇടുമ്പനോട് അനുവാദവും വാങ്ങി നമ്മൾ അടുത്ത് പോകേണ്ടത് ഗിരിവീതിയിലോട്ടാണ്. ഗിരിവീതി എന്ന് പറഞ്ഞാൽ പഴനി മലയോട് ചേർന്ന് കിടക്കുന്ന വൃത്താകൃതിയിലുള്ള റോഡാണ്. ഈ ഗിരിവീതി പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങുമുണ്ട്. ഗിരിവലം എന്നു പറയും. ഭക്തർ തിരുവണ്ണാമലയിൽ ഗിരിവലം വയ്ക്കുന്നത് പോലെ പഴനിയിലും ഗിരിവലം വയ്ക്കുന്നു. പഴനിമലയ്ക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ചുറ്റളവുണ്ട്. സന്യാസിമാരും സിദ്ധന്മാരും പൗർണമി നാളിൽ ഗിരിവലം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നഗ്നപാദത്തിൽ ദൈവനാമം ജപിച്ചും ഗിരിവലയം നടത്തുന്നത് എപ്പോഴും ഉചിതമാണ്. അതിരാവിലെയോ വൈകുന്നേരമോ ആണ് ഗിരിവലം നടത്താനുള്ള ഏറ്റവും നല്ല സമയം. ഗിരിവലം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാൾക്ക് അറിവും ജ്ഞാനവും നല്ല ആരോഗ്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മളും ഗിരിവലം വെക്കണം. ഗിരിവലം വെക്കുമ്പോൾ ഗിരിവീതിയിലുള്ള വടക്കുഭാഗത്തുള്ള വീരദുർഗ ക്ഷേത്രത്തിലും തെക്കുഭാഗത്ത് വനദുർഗ ക്ഷേത്രവും പടിഞ്ഞാറ് ഭാഗത്ത് ദുർഗാദേവിയുടെ ക്ഷേത്രവും സന്ദർശിച്ച് പഴനി മലയിലോട്ട് കയറുന്ന പടികൾക്ക് മുന്നിലായി ഒരു വിനായക ക്ഷേത്രമുണ്ട്. വിനായക ക്ഷേത്രം സന്ദർശിക്കുക. എല്ലാ വിഘ്നങ്ങളെയും മാറ്റിത്തരാൻ ശക്തിയുള്ള വിനായകനാണ്. വിനായകനെ പ്രാർത്ഥിച്ച് മല കയറുക. ഭഗവാനെ കാണേണ്ട ശരിയായ രീതി സ്റ്റെപ്പ് കയറി തന്നെ പോകണം. അത്രത്തോളം വയ്യാത്തവർക്കായിട്ടാണ് വിഞ്ചും റോപ്പ് കാറും ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ പലരും ആ സൗകര്യ ദുരുപയോഗം ചെയ്യുന്നു. അങ്ങനെ പോകുന്നത് ശരിയായ രീതിയല്ല. ശ്രീകോവിലിലേക്ക് നയിക്കുന്ന 693 പടികൾ കയറി വേണം മലമുകളിലെത്താൻ. ഭക്തിയുടെയും തപസ്സിന്റെയും പ്രതീകാത്മക യാത്രയായി തീർത്ഥാടകർക്ക് ഈ പടികൾ കയറാൻ അവസരമുണ്ട്. കഠിനമായ കയറ്റം ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു.
കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലെ മുരുകന്റെ ദൈവിക വാസസ്ഥലത്തേക്ക് പോകുമ്പോൾ ആത്മീയ ഉയർച്ച നേടാൻ ഭക്തർക്ക് കഴിയും. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുവശത്തും വലതുവശത്തുമായി ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ വിനായകനെ പ്രാർത്ഥിച്ച് മലമുകളിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന്റെ വലതുവശത്തും ഇടതുവശത്തുമായി കാവൽ ദൈവങ്ങളായ ഭൈരവനും ഭൈരവിയുമുണ്ട്. അവരെ പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തത് മുരുകന്റെ വാഹനമായ മയിലുണ്ട്. അതുകഴിഞ്ഞാൽ വലതുവശത്തായി വള്ളിയമ്മയുടെ ക്ഷേത്രമുണ്ട്. മലമുകളിലേക്ക് കയറുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങളുമുണ്ട്. കുറുവടി വേലവർ, ഈടുമ്പൻ ക്ഷേത്രം, കന്നിമാർ ദേവികൾ, സിദ്ധി ഗണപതി, ബുദ്ധി ഗണപതി, വരദ ഗണപതി, സൃഷ്ടി ഗണപതി, ഏകദന്ത ഗണപതി ഇവരെയെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ മലമുകളിലേക്ക് ചെന്നുകഴിഞ്ഞാൽ മുരുകനെ ദർശിക്കാം. മുരുകന്റെ ദർശനത്തിനു ശേഷം ശിവഭഗവാനും പാർവതി ദേവിക്കുമായി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ അടുത്തതായി ഭോഗർ സിദ്ധരുടെ ജീവസമാധിയിലോട്ടാണ്. ഭോഗർ സിദ്ധരുടെ ദർശനം കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിന്റെ വെളിയിലോട്ട് വന്നുകഴിഞ്ഞാൽ അവിടെയും ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെയും ആരാധിച്ച് ക്ഷേത്രദർശനം പൂർത്തിയാക്കി നമ്മൾക്ക് മല ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കയറുമ്പോൾ സ്റ്റെപ്പ് മാർഗവും തിരിച്ചിറങ്ങുമ്പോൾ ആനപാതയിലൂടെയുമാണ്. ആനപ്പാതയിലൂടെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് അകത്തോട്ടായി നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. വള്ളിയമ്മൻ ക്ഷേത്രമാണ് അത്. കുറേയധികം പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ശിവലിംഗത്തിൽ നിൽക്കുന്ന മുരുകൻ, നാഗങ്ങളുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന മുരുകൻ, മുല മുറിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, ശിവലിംഗങ്ങൾ, മറ്റു നാഗങ്ങളും വിവിധ ഭാവത്തിലുള്ള വിനായകനും അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന കുറച്ചു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ മുരുകൻ കൂടുതൽ സമയവും ഈ ക്ഷേത്രത്തിലാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വള്ളി ദേവിയുടെ കൂടെയാണ് മുരുകൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അഭിഷേക സമയത്ത് മാത്രമേ ശ്രീകോവിലിലേക്ക് പോകൂ. അല്ലാത്ത സമയത്ത് വള്ളിയോടൊപ്പം മുരുകൻ സമയം ചെലവഴിക്കും എന്നും പറയപ്പെടുന്നു. സന്താനങ്ങളില്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും ഇവിടെ വന്നു പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ നടക്കും. മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടത്തിത്തരാൻ വേണ്ടി വള്ളിയമ്മയോട് അപേക്ഷിച്ചു നമ്മൾ പഴനിമല ഇറങ്ങുക. നിങ്ങൾ ഇനി പഴനി യാത്ര ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആ മാറ്റം തിരിച്ചറിയാൻ കഴിയും.